അച്ഛന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് കഥകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തമായി തെളിവോടെ കേൾക്കുന്നത് ഇതാദ്യമായിട്ടാ. മക്കളുടെ മുന്നിൽ നിന്ന് ഉരുകാതെ നിങ്ങൾ ഒരാണാണെങ്കിൽ ചെയ്ത തെറ്റ് ഏറ്റെടുത്ത് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാ വേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും ഇവൾ ഇനി മുതൽ എന്റെ മോളാ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇവൾ അനാഥയായി പോവാൻ ഞാനും ഒരു കാരണക്കാരിയാ. ഇവളുടെ അമ്മയുടെ മരണം മാത്രമല്ല, ഇവളുടെ അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ കാരണക്കാരിയും ഞാനാ. എന്റെ മകൾ ചതിക്കപ്പെട്ടപ്പോ ICUവിൽ കയറി ഇവളുടെ അച്ഛന്റെ ഹൃദയം നിൽക്കുന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചു. അങ്ങനെയുള്ളപ്പോ ഇനി ഇവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത് വരെ ഞാൻ ഇവളെ ഇങ്ങനെ എന്റെ ചെറിയിൽ ഒളിപ്പിക്കും. ഞാൻ ഇവളെ എന്റെ അരികിൽ തന്നെ നിർത്തും. എന്റെ മറ്റു 2 പെൺമക്കളെയും പോലെ തന്നെ എനിക്ക് എന്റെ മക്കളൊരു ബാധ്യതയല്ല. എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിലേക്ക് തെറിച്ചു വീണ ചെളിയാ നിങ്ങള്. ഒരു ജൂൺ 27 നിങ്ങൾ പറയാറുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിദിനമാണെന്ന്. അതെ, ആ കരിദിനം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവാ. വേർപിരിഞ്ഞ പോലെയാണ് കഴിഞ്ഞതെങ്കിലും ഇനി നിയമപരമായി നമ്മൾ വേർപിരിയും. പിന്നെ അതിനു മുൻപ് നിങ്ങൾക്കൊരു ദുഃഖവാർത്ത കൂടിയുണ്ട്. സസ്പെൻഷനിലായിരുന്ന എന്നെ തിരിച്ചെടുക്കാനുള്ള ഓർഡറായി. ഉടനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കും, പഴയ പ്രതാപത്തോടെ തന്നെ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. വീടൊരു കോടതിയാണെങ്കിൽ ഈ കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു. അവസാന വിധി എനിക്കെതിരാണ്. ഭാര്യയും മക്കളും തള്ളി പറയുന്നതോടെ അവര് ഗൃഹനാഥന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അയാളെ അവരുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുന്നതോടെ അയാൾ അവിടുന്ന് പോണം. ഒരിക്കലും മടങ്ങി വരാത്ത ഒരു പോക്ക്. ഞാനും പോവാ. വിളിച്ചില്ലല്ലോ അണ്ണ. എന്നാ പിന്നെ അണ്ണൻ അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? അല്ലടാ, ഇത്രയും ദിവസം എന്നെ കാണാതെ നടന്നതും പിന്നെ പിണങ്ങി നടന്നതും ഒക്കെ ആ രചനയുടെ വിഷയം അറിയാത്തതുകൊണ്ടാ. അവസാനം ഞാൻ ആ കാർത്തിന്ന് വരെ അവളെ രക്ഷിച്ചു. അതിനുശേഷം ഇപ്പോ രചനയിൽ നിന്ന് അവള് സത്യങ്ങൾ അറിയുകയും ചെയ്തു. ഇനിയെങ്കിലും ഒന്ന് തോറ്റു തരണ്ടടാ. അണ്ണ ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ തോക്കുന്നതാണ് അണ്ണന്റെ സ്വഭാവം. അതെല്ലാരും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ മാത്രം എന്താ അണ്ണന് ജയിക്കണമെന്ന് ഇത്ര വാശി? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്നാ നീ പറയുന്നത് അല്ലേ? വിളിക്കണമെന്ന് മാത്രമല്ല, ചേച്ചിയുടെ അമ്മ തന്നെ നല്ലവണ്ണം സംസാരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ചേച്ചിയോട് സംസാരിക്കാം. ഉടനെ തന്നെ ദിയയുടെ അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണോ എന്തോ. എന്റെ അണ്ണ, ഇനിയിപ്പോ അണ്ണൻ ആ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാം. ചേച്ചിയെ കാണാം. അണ്ണൻ ആ വീട്ടിൽ ഒരു അംഗമായി കഴിഞ്ഞു. എന്തായാലും ഞാനൊരു ഗുണ്ടയല്ലടാ. ആ ഗുണ്ട ഉള്ളത് കൊണ്ടാ ഇപ്പൊ ആ കുടുംബം നിലനിൽക്കുന്നത്. ചേച്ചിയും ചേച്ചിയുടെ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നത്. അവർക്ക് അത് ആലോചിക്കാനുള്ള കഴിവില്ലേ, ബുദ്ധിയില്ലേ? ഇന്നത്തെ കാലത്തെ ഒരു ഡോക്ടറെ എഞ്ചിനീയറെയോ കല്യാണം കഴിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഒരു ഗുണ്ട തന്നെ ഒരു വീട്ടിൽ വേണം. ഒരു പട്ടി അല്ലെങ്കിൽ ഒരു ഗുണ്ട. നീ എന്നെ പട്ടിയാക്കണോടാ? അല്ലണ്ണ, ഈ പറഞ്ഞ 2 പേർക്കുമാണ് ആൾക്കാരോട് ഒരു സ്നേഹമുള്ളത്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഒരാള് തെറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് വരെ അയാളോട് ദേഷ്യം കാണൂ. സംഭവിച്ചത് എന്താന്ന് മനസ്സിലായി കഴിയുമ്പോ അതെല്ലാം നമ്മൾ മറക്കും. അതുകൊണ്ട് തന്നെ ഞാനും ദിയയും അമ്മയും എല്ലാം മറന്നു കഴിഞ്ഞു. എന്നാലും ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ദീപ. ഇനി
മറക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? ഇവിടെ ആരും തെറ്റുകാരല്ല. യഥാർത്ഥ പ്രതി വീടിന് വെളിയിലായി കഴിഞ്ഞു. നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, വാ നമുക്ക് എന്തേലും കഴിക്കാം, വാ. എനിക്കൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? സത്യം പറയാലോ, എല്ലാ ടെൻഷനും മാറിയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. ദേ, ആഹാരം എടുത്തു വെച്ചിട്ട് അമ്മ കാത്തിരിക്ക. ഇനിയിപ്പൊ എന്തായാലും നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല. നീ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഒന്നിച്ചിരുന്ന് കഴിക്കാൻ മാത്രല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു മുറിയിലാ കിടക്കാൻ പോകുന്നത്. എന്റെ അമ്മയ്ക്ക് ചുറ്റും നമ്മൾ 3 പെൺമക്കൾ. എന്താ അതിലെന്തെങ്കിലും വിരോധമുണ്ടോ? നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം മോളെ. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തിന് നിരക്കുന്നതാണെങ്കിൽ ഭാഗ്യം നമ്മളെ തേടി വന്നോളും. നീ അറിഞ്ഞുകൊണ്ട് എന്നെ ഒരു കുഴിയിൽ ചാടിച്ചു. പക്ഷെ എനിക്കതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കുറച്ച് നാണക്കേടും അപമാനമൊക്കെ ഉണ്ടായി. എങ്കിലും എനിക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടിയില്ലേ? ഇനി എനിക്കൊരു പേരുദോഷം ഇല്ലാതിരുന്നാലോ ലാലേട്ടനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് വേദനിച്ചാൽ നമുക്ക് നല്ല ഫലങ്ങൾ ദൈവം തരും. അങ്ങനെ വിശ്വസിച്ച മതി. നീ വാ, നമുക്ക് കഴിക്കാം, വാ. ഞാൻ വരാം, നീ ചെല്ല. ഞാൻ എന്റെ വാടക വീട്ടിലോട്ട് മാറിക്കോളാന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി അമ്മ അതിനൊരിക്കലും സമ്മതിക്കില്ല. അതിലുപരി ഞങ്ങളും. പറയേണ്ട കാര്യങ്ങൾ അതിന്റേതായ സമയത്ത് പറയാതിരുന്നതാ നിനക്ക് പറ്റിയ തെറ്റ്. എന്നിട്ട് കൂട്ടുകൂടിയതോ ഒരു തല്ലിപ്പൊളിയായിട്ട്. അവനിനി എന്നെയും കൊല്ലാൻ നടക്കും ഞാൻ ഈ വീട്ടിലാണെന്ന് അറിയുമ്പോ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് അമ്മയോടും ദിയയോടോ. അതെനിക്കറിയാം. നീ അമ്മയുടെ മോളായി പോയതാ അവന് നിന്നോടുള്ള വൈരാഗ്യം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞ ജയലാല് നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയപ്പോ മരിക്കണമെന്ന് തോന്നിയത്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു നിന്നെ പോലെ തന്നെ ജയലാലിനോടും. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം തോന്നുക. നിനക്കറിയോ, ഈ വീട്ടിനകത്ത് വഴക്ക് നടക്കുമ്പോഴൊക്കെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ദിയയോടുള്ള അത്രയും ദേഷ്യം അച്ഛന് എന്നോടില്ല. എന്നാലിപ്പോ ആ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുക. പലപ്പോഴും ദിയ പിരിയണമെന്നൊക്കെ അമ്മയോട് പറയുമ്പോ ഞാനായിരുന്നു എതിർത്തിരുന്നത്. അതിലൊക്കെ ഇന്ന് എനിക്ക് വേദനയുണ്ട്. സത്യം പറഞ്ഞ അമ്മ നേരത്തെ അങ്ങേരുമായിട്ട് വേർപിരിയേണ്ടതായിരുന്നു. എങ്കിൽ അമ്മയുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ. ഇത് ആഹാരം കഴിക്കാനും ഉറങ്ങാനും വേണ്ടി മാത്രം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അല്ലാതെ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. മദ്യത്തോടായിരുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹം. പിന്നെ സദാനന്ദനോടും മകനോടും. അങ്ങനെ ഒരാളെ വക്കീലല്ലാതിരുന്നിട്ടും കോടതിയിൽ നിന്റെ അമ്മ മുട്ടുകുത്തിച്ചില്ലേ? അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുക. എന്റെ അമ്മയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, ഇതുപോലൊരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. നിന്റെ പ്രതികാരം അമ്മയോടാണെന്ന് പറയുമ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു, അമ്മ ജോലിയിലുള്ളപ്പോ ഏതെങ്കിലും പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിച്ചതിന്റെ വൈരാഗ്യമായിരിക്കുമെന്നൊക്കെ. ഒരർത്ഥത്തിൽ അതും ശരിയായിരുന്നു. പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിയ വീട് പൊളിക്കരുതെന്ന് പറയാനായിരുന്നല്ലോ നിന്റെ അമ്മ അവിടെ വന്നത്. അന്ന് ആ സംഭവം അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ല കണ്ടിരുന്നെങ്കിൽ, അച്ഛനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചേനെ. അതുമാത്രമല്ല, നിനക്കും നിന്റെ അച്ഛനുമുണ്ടായ നഷ്ടത്തിന് അമ്മ പരിഹാരം കാണുകയും ചെയ്തേനെ. എന്ത് ചെയ്യാന്, തലനാരിഴയ്ക്ക് എല്ലാം മാറിപ്പോയി. വൈകിയാണെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു അബദ്ധം ഉണ്ടാവില്ലല്ലോ. എല്ലാം അറിഞ്ഞ ശേഷം ലാലേട്ടൻ പറഞ്ഞു നിനക്ക് ലാലേട്ടന്റെ ഷോറൂമില് ഒരു ജോലി തരാന്ന്. ആ, അമ്മയ്ക്കിപ്പോ ഇവള് പ്രിയപ്പെട്ട മോളായല്ലേ? 6 വയസ്സുവരെ രജനിക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനുള്ള ഭാഗ്യം നിങ്ങളുടെ അച്ഛൻ തന്നെ ഇല്ലാതാക്കി. എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളർന്നവരാ, ജീവിച്ചവരാ.
അതുകൊണ്ട് ഇനി രജനമോളുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ നിങ്ങളെക്കാൾ സ്നേഹം ഞാൻ ഇവൾക്ക് കൊടുക്കും. അതിൽ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊരു അസൂയയില്ല. ഇനി എനിക്ക് 2 ചേച്ചിമാരാ. 3 ആളും തല്ലൊന്നും കൂടാതെ വീടിനകത്ത് സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോവാ. വൈകുന്നേരത്തേക്ക് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളും ഇനി ഉണ്ടാക്കണ്ട. നമുക്ക് 4 ആൾക്കും ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഞാനിന്ന് റീജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ. ഉച്ച കഴിഞ്ഞ് എത്തിക്കോളാം. പിന്നെ പുറത്തൊക്കെ ഒന്ന് ചുറ്റും. അമ്മ പോയിട്ട് വരട്ടെ. ഇന്നലെ കണ്ട അമ്മയല്ലല്ലോ ഇന്ന്. എന്താ അമ്മ മാത്രം ഇന്ന് ഒരുപോലെ തുടർന്നാ മതിയോ? അമ്മയ്ക്ക് മാറണ്ടേ? എന്താ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ? ആന്തമ്മ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, ഇവിടെ വേണ്ടത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ. നിന്റെ അച്ഛന്റെ വീട്ടിലുള്ളതുപോലെ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ന് മാത്രമല്ല, പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. നിനക്കറിയാലോ രജനെ. അമ്മ എന്തിനാ ഈ കണ്ണി കണ്ടവരൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്? ദേ, എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ആ കുട്ടികൾക്ക് മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്. രജനി ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവളെയും വിളിച്ചോണ്ട് നിനക്ക് പോവാം. ഞാൻ ദിലീപിനോട് പറഞ്ഞതല്ലേ അവിടെ താമസിക്കാന്ന്. അച്ഛൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ അച്ഛനൊപ്പം താമസിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയിട്ടാ ഇങ്ങോട്ട് വന്നത്. അതല്ല നിന്റെ മനസ്സിലിരിപ്പ്. ഇവൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത്. ആ നേരത്ത് മരുമോള് പോലും അവിടെ സുരക്ഷിതയല്ലെന്ന് എന്റെ മോന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. എന്നാ എനിക്കുണ്ട്. അച്ഛൻ ഏതോ സമയത്ത് ഒരു തെറ്റു പറ്റിപ്പോയി. അതിന് അദ്ദേഹത്തെ ഇങ്ങനെ പഴിക്കണോ? ഓ, നീ അങ്ങേർക്ക് സപ്പോർട്ടാണല്ലേ? ഇതൊക്കെ മിക്ക ആണുങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റാ എന്ന് കരുതി മുമ്പ് സംഭവിച്ചതിനൊക്കെ എപ്പോഴും കണക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെയാ അയാളെ കോടതി കേറ്റാത്തത്. ഒരു കാരണമില്ലാതെ എന്നെ കോടതിയിൽ നിർത്തി വിസ്തരിച്ചതാ. പക്ഷെ ഇവിടെ അയാൾ ജീവപര്യന്ത ശിക്ഷ കിട്ടാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അകത്തോട്ട് കയറണോ അതോ പോണോ? എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനെ വെറുതെ വഴക്കൊന്നും വേണ്ട, നീ വാ. അതെ, ഇതൊരു ഹോട്ടലല്ല, വീടാ. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ഭക്ഷണം എന്തായാലും അതുകൊണ്ട് നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാ ആവശ്യപ്പെടുന്നതൊന്നും ഉണ്ടാക്കാൻ ഇവിടെ ആളില്ലെന്നാ പറഞ്ഞത്. അമ്മ വഴക്കുണ്ടാക്കാനായിട്ട് എല്ലാവരും പടിയിറങ്ങി പോയ ശേഷം അമ്മ ഇങ്ങനെ ചിന്തയോട് ചിന്തയാണല്ലോ. എന്തോ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ? അവസാനമായിട്ട് ഗംഗ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ ദീപ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അച്ഛന്റെ നട്ടല് നിവർന്നു തുടങ്ങിയത്. ഉള്ളത് പറയാലോ, അച്ഛൻ പോയ ശേഷം നല്ല ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അതെന്താ, ഞാൻ ഉണ്ടാക്കുന്നൊന്നും കൊള്ളില്ലേ? അയ്യോ, അങ്ങനെയല്ല അമ്മേ ഞാൻ പറഞ്ഞത്. അമ്മ കുറെ കാലമായില്ലേ അടുക്കള കയറിയിട്ട്. അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അച്ഛനുണ്ടാക്കുന്ന ഫുഡ് പോലെ ഒരു നല്ല ഫുഡ് ഈ ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല അമ്മേ. നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ മറ്റൊരു വീട്ടിലേക്കാ താമസിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴേ ഇതിലും മോശമായിട്ടുള്ള ഫുഡാ കിട്ടുന്നത്. ഞാൻ ഹോസ്റ്റലൊക്കെ കഴിഞ്ഞല്ലേ അമ്മേ. എനിക്കതുകൊണ്ട് ഇത്തിരി മോശം ഫുഡായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛന്റെ കൈപുണ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയായിരുന്നു. ഇനി മേല അയാളെ പുകഴ്ത്തി സംസാരിക്കരുത്. ജയലാലിനെ ഞാൻ ചിലപ്പോ തിരിച്ചു കൊണ്ടുവന്നെന്നിരിക്കും. പക്ഷേ നിന്റെ അച്ഛനെ ഇനി ഞാൻ ഈ വീട്ടിന്റെ ഗേറ്റ് കടന്നു വരാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഇരുന്നാ മതിയോ? നിങ്ങളുടേതായ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് പാക്ക് ചെയ്യ. പോയ എങ്ങനെ ജീവിക്കും ഹേമേ? ജോലി ചെയ്ത് ജീവിക്കണം. എന്ത് ജോലി ചെയ്താലും നിനക്കങ്ങോട്ട് തൃപ്തിയാവില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കത്തുമില്ല. 5 അക്കത്തുനിന്ന് 6 അക്ക ശമ്പളമില്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലല്ലേ നീ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുന്നത്. 5 അക്ക ശമ്പളം നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? എന്റെ ഹേമേ, കയ്യും കാലും പിടിച്ച അളിയൻ ചിലപ്പോ അളിയന്റെ ഷോറൂമിൽ ഒരു ജോലി തന്നേക്കും. അല്ലെങ്കിൽ മൂത്ത അളിയൻ എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് തന്നേനെ. പക്ഷെ അവർക്കൊക്കെ നമ്മളോട് വൈരാഗ്യമല്ലേ? അതെ, നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ. നിങ്ങളൊരു കള്ളനാണെന്ന് അവർക്കെല്ലാം അറിയാം. എന്നാലും അമ്മായി ഒരു കൊലച്ചതിയാ ചെയ്തത്. പെട്ടെന്നിറങ്ങി പോവാൻ പറഞ്ഞ നമുക്ക് കേറിപ്പോ ഒരു വീടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. വീടും നോക്കിയിരുന്ന വിശപ്പടങ്ങുവോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു.
ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ടല്ലേ തിന്നോണ്ടിരുന്നത്. അന്നേരം വേറെ ജോലി അന്വേഷിക്കണമായിരുന്നു. നേരത്തെ പലിശയ്ക്ക് പണം കടം കൊടുത്തു. അതൊക്കെ കണ്ടവന്മാര് കൊണ്ടുപോയെന്നല്ലാതെ അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? അവിടെയാവുന്ന ഇരുന്നു പോയത്. എനിക്ക് സ്ത്രീധനായിട്ട് തന്ന സ്വർണം മുഴുവൻ അങ്ങനെ അങ്ങ് നിങ്ങൾ മുക്കി. പിന്നെ കുറെ സ്വർണം എടുത്ത് പണയം വെക്കേ വിൽക്കുകയോ ഒക്കെ ചെയ്തു. ഇനി എന്തായാലും ഒന്നും തരാൻ എന്റെ കയ്യിലില്ല. കുറച്ച് സ്വർണം കൂടെ തന്ന് നീ എന്നൊന്ന് സഹായിക്കണം മോളെ. അല്ലെങ്കിൽ കാര്യങ്ങൾ നേരാവണ്ണം പോവൂല. നീ എന്നെ ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയ ഒരു ദിവസം ഞാനങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ നീ ഒറ്റയ്ക്കാവും. അങ്ങനെ ഒറ്റയ്ക്കായാലേ അമ്മ എന്നെ നോക്കിക്കോളും. നിങ്ങളിപ്പോ ഉള്ളതോ കുഴപ്പം. കഴിവുകെട്ട ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആ പെണ്ണുങ്ങൾ അങ്ങ് പോയി തൂങ്ങിച്ചാവുന്നതാ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചേനെ. ആ സമയത്തല്ലേ ഇങ്ങോട്ട് എഴുതണമെന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് അതാ പാരയായത്. ഇനി ഏതായാലും കൈയും കാലും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജയേട്ട ഇറങ്ങിപ്പോയതിന്റെ വലിയ വിഷമം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് വലിയൊരു വരുമാനോ കുടുംബത്തിന് നഷ്ടമായത്. അതുകൊണ്ട് ഇനി ഇവിടെ തൽക്കാലം നിൽക്കാനൊന്നും പറ്റില്ല. ഉടനെ തന്നെ നമുക്ക് ഇറങ്ങാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാരാബ്ദങ്ങളൊക്കെ പറയാം. അന്നേരം അമ്മ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരും. എന്നാലും എടുത്ത് വെക്ക്. ഞാൻ എടുത്തു വെക്കണോ? നിങ്ങളെടുത്ത് വെക്ക്. ഓ ശരി. അമ്മായി. എന്താടാ? അല്ല, ഞാൻ അമ്മായി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്തിനാ എന്നെ കാണാൻ വരുന്നേ? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ? ഞാനേ ജയലാൽ അളിയന്റെ വീട്ടിൽ പോയായിരുന്നു. വലിയൊരു വീടൊക്കെയാ അളി എടുത്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴേ ദീപ മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട് അവിടെ. എന്റെ മൂത്തളിയൻ. അവരൊക്കെ അങ്ങ് ഒന്നിച്ചു. നമ്മള് പുറത്തുപോയി. ഇത് പറയാനാണോ നീ വന്നത്? ഇതും പറയണമല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാതിരുന്ന അത് അമ്മായിയോട് ചെയ്യുന്ന കൊലച്ചതിയായി പോവില്ലേ? എനിക്കറിയാവടാ, അവൻ അവൾക്കൊപ്പം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ തള്ളിക്കളഞ്ഞവരെല്ലാം ചെല്ലുമെന്ന്. അവന്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നോ? അമ്മാവനെ ഞാൻ കണ്ടില്ല. ഇനി അകത്തെങ്ങാനും കയറി ഒളിച്ചിരിക്കുകയാണോ എന്തോ. അല്ല, തീർത്ഥാടനത്തിന് പോയിരിക്കാന്ന് മറ്റോ പറഞ്ഞത്. അയാള് തീർത്ഥാടനത്തിനൊന്നും പോയി കാണില്ല. അയാള് പോയിരിക്കുന്നതേ സുഖവാസത്തിന് അവർക്കൊപ്പം. ഏതായാലുവേ ഇപ്പൊ അവൾ അവിടെ അവർക്കൊക്കെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുക. ഏതായാലും മൊത്തത്തിൽ അവർക്ക് നല്ല സന്തോഷമുണ്ട്. ഇവിടുന്ന് പോയപ്പോ വലിയൊരു ശ്വാസം മുട്ടൽ അകന്നു പോയെന്നാ ജയലാൽ അളിയൻ ഹരിലാൽ അളിയനോട് പറഞ്ഞത്. അപ്പൊ മൂത്തളിയൻ പറയുക, നിനക്കിത് നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നോന്ന്. ഞാനിത് നേരത്തെ ചെയ്തോണ്ടാ സുഖമായിട്ട് ജീവിക്കുന്നേന്ന്. അതൊക്കെ കേട്ടപ്പോ എന്റെ രക്തം തിളച്ചു. അതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. എന്റെ അമ്മായി അവരിപ്പോ അവിടെ രാജകീയമായിട്ടാ ജീവിക്കുന്നത്. ഇനി അമ്മായി അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ഒരു പ്രാർത്ഥന മാത്രമേ അവർക്കുള്ളൂ. അല്ല, നീ എന്തിനാ അവിടെ പോയത്? വെറുതെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് കരുതി പോയതാ. ഷോറൂമിൽ പോയപ്പോഴാ അവര് വേറെ വീടെടുത്ത് താമസം തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞത്. പഴയ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത്. കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലാ രാജകുമാരിയെ താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിനെക്കാട്ടിലേക്ക് സൗകര്യമുണ്ട്. അധികകാലം അവരങ്ങനെ താമസിക്കത്തില്ല. അങ്ങനെ ഒന്നും പറയാൻ ഒക്കത്തില്ല അമ്മായി. അവർക്കിപ്പോ ഒരുപാട് പേരെ സഹായമുണ്ട്. പ്രത്യേകിച്ച് ആ ബുള്ളറ്റിന്റെ. അവൻ മലയ്ക്ക് പോയിരിക്കുക. അതറിഞ്ഞിട്ടാ ആ നാട്ടിലേക്ക് ഞാൻ ചെന്നത്. അല്ലെങ്കിൽ അവൻ എന്റെ അടുത്ത് മലയെ കയറ്റിയേനെ. അല്ല, ഒന്നും കഴിച്ചില്ലായിരുന്നു. നല്ല വിശപ്പ്. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ നിറച്ചിട്ട് പോവായിരുന്നു. ഓ, വേണോന്നില്ല. നീയേ നിന്റെ വീട്ടിൽ പോയി കഴിച്ചാ മതി. അവിടെ ഒരു തീ നിന്നെയും കാത്തിരിക്കല്ലേ. അവള് പുറത്തുനിന്നെങ്ങാനും വാങ്ങിച്ച് കഴിച്ചു കാണും. അവക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒട്ടും ഇഷ്ടമല്ല. ഈ വീടിനകത്ത് ആര് കയറണം കയറണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. നീ പറഞ്ഞ് ബോറടി മാറ്റുന്ന ആളുണ്ടല്ലോ, അങ്ങേരെ സംസാരപ്രിയനാ. അതുകൊണ്ടാ അങ്ങേരെ പേരെടുത്തൊരു വക്കീലായത്. അവിടെയാ നിനക്ക് ഇവിടത്തേക്കാൾ സന്തോഷമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. പോകണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വരുമ്പോഴേ ദിലീപേട്ടന്റെ അച്ഛൻ പറഞ്ഞിരുന്നു, ഒരുപാട് സഹനശക്തി ഉണ്ടെങ്കിൽ മാത്രമേ
നിങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂന്ന്. അങ്ങനെ പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത്? ശരിക്കൊന്ന് ആലോചിക്കണമായിരുന്നു, ഇങ്ങോട്ട് വരണോ വേണ്ടയോന്ന്. എന്നിട്ട് ഇങ്ങോട്ട് വരണ്ടെന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ വരരുത്. അതെങ്ങനാ വരാതിരിക്കുന്നെ? അതിന്റെ ഇടയ്ക്ക് കുറെ കള്ളക്കഥകള് ഇവിടെ കയറി വന്നവളും പിന്നെ ഈ നിൽക്കുന്ന എന്റെ അമ്മായി അമ്മയും കൂടെ ദിലീപേട്ടനോട് പറഞ്ഞല്ലോ. അത് കേട്ടിട്ടല്ലേ ദിലീപേട്ടൻ അച്ഛനോട് വെറുപ്പ് കാണിച്ചത്? ഞങ്ങളൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. തല താഴ്ത്തി നിന്നേ അയാളെല്ലാം കേട്ടിട്ടാ പോയത്. പിന്നെ അയാളെ കോടതി കയറ്റാത്തതും ജയിലിലേക്ക് പറഞ്ഞു വിടാത്തതും രചന പറഞ്ഞതുകൊണ്ടാ. നിയമം ശിക്ഷിച്ചില്ലെങ്കിലും അയാൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാ രചന എന്റെ മോളെ പോലെ കരുതി ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നെ. നിങ്ങൾക്കാർക്ക് നല്ലവരെ കണ്ട തിരിച്ചറിയത്തില്ല, അതാ പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളും അത്ര നല്ലവരൊന്നുമല്ല. ആകെ കൂടി ഈ വീട്ടില് നല്ലവര് ദിലീപേട്ടനും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ അവർക്കൊപ്പം താമസിച്ചോളാം ഞങ്ങൾ പറഞ്ഞത്. ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? അറിയാം. അങ്ങനെ കഴിഞ്ഞവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം അച്ഛനമ്മയും ധിക്കരിച്ചിട്ട് എന്റെ മോനൊപ്പം വരാൻ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് കേറി വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ മോളെ നമ്മുടെ സാഹചര്യമൊക്കെ. എന്നിട്ട് പിന്നെ എന്തിനാ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നേ? രചനേച്ചിയോടുള്ള ദേഷ്യം അമ്മ. ആ പാവത്തിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിനുവേണ്ടി ഇതല്ല ഇതിനപ്പുറം അവള് പറയും. അമ്മേ, എന്താ? അവള് പറഞ്ഞത് കേട്ടിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? അവള് പറയുന്നതിൽ കാര്യമുണ്ടമ്മേ. ആരാണ് ഈ രചന? ഓ, അതിന് നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണോ? എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന് വേണ്ടിയാണോ അമ്മ സ്വന്തം മരുമോളെ തള്ളി പറയുന്നത്? നയനയുടെ ഭാഗത്താണ് ശരി. നിനക്കും അവളുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അവളെയും കൊണ്ട് പൊക്കോളാൻ ഞാൻ പറഞ്ഞില്ലേ? ഇതിനുള്ള മറുപടി അതാണോ അമ്മേ? അല്ലാതൊരു മറുപടി പറയാൻ എന്റെ കയ്യിലില്ല. നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശ്വാസം മുട്ടിയാണല്ലോ ഇവിടെ കഴിഞ്ഞിരുന്നത്. പിന്നെന്താ ഇപ്പൊ പോയാ കുഴപ്പം? ആ, അത് ശരി. മോനും സ്വന്തം മരുമോളും ഇവിടുന്ന് ഇറങ്ങി പോയാലും അവൾ ഇവിടെ തന്നെ വേണം അല്ലേ? ഉറപ്പായിട്ടും വേണം. ഇനി അവളുടെ വിവാഹം കഴിഞ്ഞ് പോകുന്നത് വരെ എനിക്കൊപ്പം കാണും അവൾ ഇവിടെ. നിനക്ക് ചെയ്തു തരേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നു കഴിഞ്ഞു. നീ സ്വന്തം കാലിൽ നിൽക്കാറുമായി. ഇപ്പോ നിനക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ട് നിന്നെപ്പറ്റി ഇനി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നേരത്തെ അമ്മയ്ക്ക് ഇത്രയും സ്വാർത്ഥത ഇല്ലായിരുന്നു. ഞാൻ സ്വാർത്ഥയായിരുന്നെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ടിയനെ. എന്തായാലും നീ വിളിച്ചോണ്ട് വന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇവിടെ നാരെ ഇറക്കി വിടാൻ പോകുന്നില്ല. അവളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവിടെ ആരും മാറാനും പോകുന്നില്ല. എന്റെ ചിട്ടകൾക്കനുസരിച്ച് ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രം അവളിവിടെ നിന്നാ മതി. എന്തായാലും ഇന്നലെ വന്ന ഒരുത്തിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യ ഓടിക്കാനൊന്നും പോകുന്നില്ല. ഇവിടുന്ന് നിങ്ങൾ പോണോന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാനാണ് നിന്റെ ഭാര്യ ശ്രമിക്കുന്നെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നയനയുടെ അച്ഛനിപ്പോ കോംപ്രമൈസ് ആയിട്ട് വരുവാ. ചിലപ്പോ അച്ഛൻ എനിക്കൊരു ക്ലിനിക്ക് ഇട്ട് തരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവളെ എല്ലാവരും താണു വണങ്ങി നിൽക്കണം. അതിനെ വേറെ ആളെ നോക്കണം. പണമുണ്ടെന്ന് കരുതി എന്ത് പറയാന്നും ചെയ്യാന്നും കരുതരുത്. അവളെ പോലൊരു പെൺകുട്ടി ഇതുപോലൊരു വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കില്ല. പിന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രതികാര ബുദ്ധിയോടെ രജനി ഇവിടുന്ന് പുറത്താക്കാൻ. അതെ, അവളെ തള്ളിക്കളഞ്ഞിട്ട് അമ്മ അമ്മയുടെ മക്കളെക്കാളും മരുമക്കളെക്കാളും മറ്റൊരു പെൺകുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോ ആർക്കായാലും പ്രതികാരം തോന്നിപ്പോവും. ആരായി രചന? ദീപ ഒരു സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണക്കാരി ആരാ? ജീവിതം വഴിപൊട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവളെ തള്ളിയിട്ട് ആരാ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാ നീ കൂടുതൽ സംസാരിക്കുന്നത്? ദിലീപേ, മേലിൽ ഇതിന്റെ പേരിൽ നീ എന്നോട് തർക്കിക്കരുത്. ഒരു കാരണവശാലും ഞാൻ രജനിയെ ഒഴിവാക്കില്ല. നിന്റെ ഭാര്യയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും രജനിയോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയില്ല. അങ്ങനെ നീ കരുതേം വേണ്ട. അമ്മയ്ക്കും അമ്മയുടെ പെൺമക്കൾക്കും അവൾ ഇനിയും തിരിച്ചടി തരും. ഇതിന്റെ അവസാനം അത്തരം സീനുകളായിരിക്കും കാണാൻ പോകുന്നത്. ഓഹോ, ഇവിടെ നിന്നെല്ലാം കേക്കുമായിരുന്നല്ലേ? ഇറങ്ങി പൊക്കിയൂടെ നിനക്ക്? ഇവളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ കൊറോണ അടിച്ച് പൊളിക്കും ഞാൻ. ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല. മനസ്സിലായോടാ?
നിനക്കെന്താ ഈ കാര്യത്തിൽ മാത്രം ഇത്ര വാശി? ഇത് വാശി തന്നെയാ, അത്രയ്ക്ക് അഹങ്കാരത്തോട് തന്നെയാ നിങ്ങളുടെ അമ്മയും ഇളയ അനിയത്തിയും ഈ കയറി വന്നോളും ഒക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്നുവെച്ചാ മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനാണോ നിന്റെ പുറപ്പാട്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവിടുന്ന് തോറ്റ് ഞാൻ പടിയിറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഞാനിപ്പോ ധർമ്മസങ്കടത്തിലായത് നിനക്കറിയാലോ. പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വീടിനകത്ത് വഴക്കാണെന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതിന് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് എന്റെ അച്ഛൻ ഇട്ടുതരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ക്ലിനിക്ക് ഇട്ടോണ്ട് കാര്യമായോ? അവിടെ വരുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കണ്ടേ? എങ്കിലല്ലേ ആ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. ദിലീപ് കുറച്ചു ദിവസം ആയല്ലോ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. എന്നുവെച്ച് ഞാൻ അത്ര കണ്ട എക്സ്പീരിയൻസർ അല്ല. എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നമുക്കതിലൊരു വിജയം ഉണ്ടാവത്തുള്ളൂ. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു എന്ന് കരുതി കാര്യമുണ്ടോ? കാർ ഓടിക്കണം, എങ്കിലേ കൈ തെളിയൂ. അതും ഇതുമായിട്ട് നീ കമ്പയർ ചെയ്യരുത്. എല്ലാം അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ എന്തായാലും ഇവിടുന്ന് മാറും. പക്ഷെ മാറുന്നതിന് മുമ്പ് ഇവിടെ ഒരു കലാശക്കൊട്ട് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മയുടെ സ്വഭാവം ഇതാണ്. അമ്മ എങ്ങനെ ആർക്ക് കീഴടങ്ങി കൊടുക്കുന്ന കൂട്ടത്തിലല്ല. ആയിക്കോട്ടെ, അമ്മയ്ക്ക് മുന്നിൽ വേണമെങ്കിൽ ഞാൻ താഴ്ന്നു കൊടുക്കാം. പക്ഷെ അവരിപ്പോ വാദിക്കുന്നതേ രചന എന്ന് പറയുന്നവർക്ക് വേണ്ടിയാ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ, അതിനിടയ്ക്ക് എന്നെ കൊല്ലാതങ്ങ് കൊല്ലുവാ. ഒരുത്തിയുടെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളുടെ അച്ഛനാണെങ്കിലേ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം. അല്ലാതെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കല്ല വേണ്ടത്. അവള് ദീപയ്ക്ക് കൊടുത്തതേ ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവാ. അതൊക്കെ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തൊന്നുമില്ല. മതി, നിർത്ത്. ഇത്തിരി സമയമൊന്നും മിണ്ടാതിരിക്കോ? അയ്യോ, ഗംഗേട്ടനോ? മല ചവിട്ടി പിന്നെ നടന്നിഞ്ഞു പോന്നു എരുമേലി വഴി. വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാത്തത് എന്താ? വിളിച്ചു പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ വരാറ് പതിവ്. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കാത്തിരിക്കുന്നവരെ നിരാശരാക്കണ്ടെന്ന് കരുതിയ പലപ്പോഴും വിളിക്കാതിരുന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വിളിക്കേണ്ടേം പറയേണ്ടേം കാര്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് ഞാനിവിടെ കാണും. അത്ഭുതപ്പെടണ്ടോ, എന്നെ വരിഞ്ഞു മുറുക്കി ഒരുത്തി അടിമയെ പോലെ കിടത്തിയല്ലോ. അവിടുന്ന് എനിക്കിപ്പോ മോചനം കിട്ടി. അല്ല, ഞാൻ എനിക്ക് തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചേ? ജയൻ ദീപമോളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. രണ്ടാളെയും രാഗിണി അടിച്ചിറക്കിയതാ. പിന്നെ ഞാനെന്തിനാ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ഞാനും പടിയിറങ്ങി. ഒരു തീർത്ഥാടനത്തിനാണെന്നാ മക്കളോടും മരുമക്കളോടും പറഞ്ഞത്. പക്ഷേ ഇത്രയും കാലം മാസത്തിൽ 1-2 ദിവസം മാത്രമായിരുന്നു ഇവിടെ നിന്നോടൊപ്പം വന്ന് താമസിച്ചിരുന്നത്. എന്നാൽ ഇനി എന്നും നിന്നോടൊപ്പം ഞാൻ ഇവിടെ കാണും. അങ്ങനെ എന്നും കാണണമെന്നൊന്നും ഞാൻ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു പ്രശ്നവുമില്ല. അവൾ എന്നെ ഒരാണായിട്ട് കണ്ടിട്ടില്ല. അടിച്ചമർത്തി അവൾ എന്നെ കൊല്ലാതെ കൊല്ലുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു. നിയമപരമായി ഞാൻ വിവാഹം കഴിച്ച എന്റെ ഭാര്യയുടെ പരാജയമാണത്. ചില കാട്ടാള സ്ത്രീകളെ പോലെ അവൾ പെരുമാറിയതിന്റെ ഫലമാണ് നീ എന്ന രണ്ടാം ഭാര്യ. ഇവിടെയാണ് എനിക്ക് കുടുംബമുള്ളത്, ജീവിതമുള്ളത്. എന്റെ 2 ആൺമക്കൾ മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. അവര് 2 വീട് വിട്ടുപോയി. പിന്നെ അവിടെ എനിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിനക്കും നമ്മുടെ മോൾക്കും ഒപ്പം ഇനിയിപ്പോ ഇവിടെ കഴിയാനാണ് എന്റെ തീരുമാനം. പരമാവധി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ ആരും പഴിക്കാനില്ല. എന്താ ഞാൻ പറയുന്നൊന്നും നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്നാലും ഈ ധൈര്യം എവിടുന്ന് കിട്ടി? അത് അവള് തന്നതാ. എന്നെ ഇത്രയും നാളും ചവിട്ടിത്തേച്ച ആ രാക്ഷസി. അല്ല, നമ്മുടെ മോളെവിടെ? അയ്യോ, അത് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ഗംഗേട്ടനെ വിളിച്ചു. പക്ഷെ കിട്ടിയില്ല. എന്തു പറ്റി? നമ്മുടെ മോൾക്കൊരു ജോലി കിട്ടി. തിരുവനന്തപുരത്ത് കാർ ഷോറൂമില് സൂപ്പർവൈസർ ആയിട്ടാ. നല്ല ജോലിയാ. 10-30,000 രൂപ ശമ്പളമുണ്ട്.
പിന്നെ അത്യാവശ്യം താമസ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. മോളെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. ഓ അത് ശരി. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതിന് ശേഷം അച്ഛനെ വിളിച്ച് വിവരം പറയാത്തതിന്റെ സങ്കടമായിരുന്നു മോൾക്ക്. അങ്ങോട്ട് എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും മോള് പോയി കഴിഞ്ഞപ്പോ വിവരം പറയണമെന്ന് തോന്നിയിട്ട് രണ്ടും കൽപ്പിച്ച ഞാൻ വിളിച്ചത്. അപ്പൊ ഏതു നേരവും ഔട്ട് ഓഫ് റേഞ്ച്. ഞാൻ മലയ്ക്ക് പോയതല്ലേ, ഇടയ്ക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. മോളെ, മോക്കിപ്പം മനസമാധാനം കിട്ടിയോ? എന്നൊന്നും പറയാൻ വയ്യ അച്ഛാ. പുതിയ മരുമോള് വലിയ പ്രശ്നാണെന്നാ അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ഓ അല്ല, പുതിയൊരു വീടെടുത്തെന്ന് ചെയ്യാൻ പറഞ്ഞല്ലോ. ആ, ഞങ്ങളവിടെ താമസം തുടങ്ങി അച്ഛാ. നന്നായി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് താമസിക്കണം. ഇടയ്ക്ക് പറ്റുമെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. അച്ഛൻ ഈ തണുപ്പ് സമയത്ത് ഒരുപാടൊന്നും കറങ്ങി നടക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാലേ അടുക്കളയിലൊന്നും അച്ഛൻ കയറേണ്ടി വരില്ല. അച്ഛനെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരിടത്ത് ഇരുന്നാ മതി കാരണവരായിട്ട്. ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാനങ്ങ് വന്നോളാം മോളെ. ആ, എന്തായാലും മോടെ കണ്ണീര് തോർന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ശരി അച്ഛ, ഇടയ്ക്ക് വിളിക്കുമ്പോ മൊബൈലിൽ കിട്ടണേ. ആ, ഇനി എപ്പോ വിളിച്ചാലും കിട്ടും മോളെ, വിളിച്ചോ. ശരി അച്ഛ. അമ്മേ. ആ മോളെ. ആഹാ, കൊള്ളാലോ. അമ്മ ആളാകെ മാറിപ്പോയിന്ന് രചന പറഞ്ഞപ്പോ ഇത്ര സുന്ദരിയാവുന്ന ഞാൻ വിചാരിച്ചില്ല. മതി മതി, എന്നെ ഒരുപാടങ്ങ് പുകഴ്ത്തി എന്റെ മോള് കഷ്ടപ്പെടണ്ട. മോളെ, പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ല അമ്മ. ആ, ഹരിയേട്ടൻ വന്നു. രണ്ടാൾക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോ ഏട്ടനെയും ഏട്ടത്തിയമ്മയായിട്ട് കാണുന്നതിലൊന്നും വലിയ വിലക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. പിന്നെ ജയലാലിന്റെ അമ്മ വിളിക്കാൻ മറ്റു ചെയ്തായിരുന്നോ? ഇതുവരെ വിളിച്ചിട്ടില്ല. ഏത് നിമിഷവും കടന്നു വരുമെന്നുള്ള ഭയത്തില്ല ഞങ്ങൾ. ഇനി ഏതായാലും ജയലാലി വിട്ടുകൊടുക്കില്ല മോളെ. ആദ്യ കടമ്പ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് വാശിയുള്ള മോളുടെ അമ്മായിമ്മ മോളുടെ അരികിലേക്ക് വരാനും പോകുന്നില്ല. അവിടെ പ്രശ്നങ്ങളൊക്കെ അടങ്ങിയപ്പോ ഇവിടെ ഇപ്പൊ തലവേദന. ഞാൻ അറിഞ്ഞു. ഇടയ്ക്ക് ഞാൻ രചനയെ വിളിച്ചായിരുന്നു. അവൾ ആകെ വിഷമത്തില്ല അമ്മ. മോള് രജനിയോടൊന്ന് സംസാരിക്കണം. എന്നിട്ട് അവൾക്ക് ധൈര്യം കൊടുക്കണം. ഇവിടെ വന്നവളെ വഴക്കുണ്ടാക്കാനായിട്ട് തന്നെയാ വന്നത്. അതെന്നോട് ദിയയും പറഞ്ഞു. അവർക്കിവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാറി താമസിച്ചൂടെ അമ്മ? ആരോട് പറയാനാ? അതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാ. എന്നിട്ട് അവരത് കേൾക്കുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ മോന്റെ സ്വഭാവം പിടികിട്ടിയല്ലോ അല്ലേ? നിങ്ങളൊക്കെ പറഞ്ഞതാ ശരി. അവൻ അവന്റെ അച്ഛനെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. രചന വേണമെങ്കിൽ ഞങ്ങള് കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ നിർത്താമേ. അതൊന്നും വേണ്ട മോളെ. ജയലാലും മോളും കൂടി താമസിക്കുന്നിടത്ത് രജനി നിർത്തുന്നതൊക്കെ മോശമല്ലേ? ജയലാല് എല്ലാം സമ്മതിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മുതലെടുക്കാൻ പാടില്ല. അവള് ഫ്രണ്ട്സിനൊപ്പം താമസിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് നിക്കക്കള്ളി ഇല്ലാതെ വന്ന അവൾ അവിടേക്ക് തന്നെ മാറും. അതെനിക്കറിയാം മോളെ. അതുകൊണ്ട് അങ്ങനെ മാറാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ എത്രത്തോളം അത് വിജയിക്കുമെന്ന് അറിയില്ല. അച്ഛൻ പിന്നെ വിളിക്കോ വരുമോ മറ്റോ ചെയ്തായിരുന്നോ? ഏയ് ഇല്ല. അയാൾ എന്തിനെ വിളിക്കുന്നത്? രചന പറഞ്ഞോണ്ടാ ഞാൻ അയാളെ കോടതി കയറ്റാതിരുന്നേ. വേണ്ടമ്മേ, ഇനി കേസും വഴക്കൊന്നും വേണ്ട. അച്ഛനെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവർക്കും മനസ്സിലായി. ഇവിടുത്തെ മരുമോൾ കൊഴിച്ച് എല്ലാവർക്കും. അവളിപ്പോഴും ചോദിക്കുന്നത് മോളുടെ അച്ഛൻ ചെയ്തത് അത്ര വലിയ തെറ്റാണോന്നാ. ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തെറ്റു പറ്റൂന്നാ അവള് പറയുന്നത്. അപ്പൊ അവള് അച്ഛന്റെ സൈഡാണല്ലേ? അവള് അങ്ങനെ ഒരു കൾച്ചറിൽ വളർന്ന പെൺകുട്ടിയെ മോളെ. അതുകൊണ്ട് തന്നെയാ ഇവിടെ നിന്ന് അലമ്പുണ്ടാക്കുന്നത്. അത് ചിലപ്പോ അവളുടെ അമ്മായച്ചന്റെ ഉപദേശം കൊണ്ടായിരിക്കും. അയാളായിരിക്കും അവളോട് പറഞ്ഞത് ഇവിടെ വന്ന് പരമാവധി അടിയുണ്ടാക്കാൻ. ഇപ്പൊ തനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടോ? അതിനോടൊപ്പം തന്നെ ഭയവും ഉണ്ട്. അമ്മ എപ്പോഴെങ്ങോട്ട് ഓടിക്കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. വാശി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒരിക്കലും കീഴടങ്ങില്ല. അത് തനിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് വരവൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഞാനില്ലാത്തപ്പോ എങ്ങാനും വന്നാൽ കഥവും തുറക്കണ്ട. അപ്പൊ ബെല്ലടിച്ചാലും തുറക്കണ്ടേ? വേണ്ട. അമ്മ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് അമ്മയിൽ നിന്നും മകനെ അകറ്റിയ മരുമോളെ കൊല്ലാനായിരിക്കും.
ജയിലിൽ കിടന്ന് അറപ്പ് മാറിയതുകൊണ്ട് അമ്മ അത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അമ്മ വരുമ്പോ ഞാനിവിടെ ഉണ്ടായാൽ പോലും താൻ കുറച്ച് അകന്നേ നിൽക്കാവൂ. ചാരുവിന്റെ കല്യാണം നടത്തണമെങ്കിൽ ലാലേട്ടന്റെ സഹായം വേണ്ടേ? ആർഭാടായിട്ട് നടത്തണമെങ്കിൽ എന്റെ സഹായം വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് അത്യാവശ്യം വേണ്ട സ്വർണ്ണമൊക്കെ ലോക്കറിലുണ്ട്. അമ്മയുടെ അക്കൗണ്ടിൽ പണവും ഉണ്ട്. പിന്നെ ആ വീടും വസ്തുവും വിറ്റ് നല്ല തുക കിട്ടും. അതുകൊണ്ട് അവളുടെ കല്യാണം നടത്തിയിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് ചെറിയൊരു വീട്ടിലേക്ക് മാറാം. അങ്ങനെ അമ്മ താഴേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിടിവാശി അതേപോലെ തുടരുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. രണ്ടാൺമക്കളും വീട്ടിൽ നിന്ന് മാറിപ്പോയി. അച്ഛനും പടിയിറങ്ങിപ്പോയി. ഇനിയെങ്കിലും അമ്മയ്ക്കും ചാരുവിനും ഒക്കെ ഒന്ന് മാറിക്കൂടല്ലോ ലാലേട്ടാ? അങ്ങനെ മാറണേക്ക് ഏട്ടത്തിയുടെ അമ്മയൊക്കെ പറയുന്ന പോലെ അമ്മ നല്ലൊരു ഡോക്ടറെ കാണണം, മരുന്നും കഴിക്കണം. അല്ലാതെ ഇനിയിപ്പോ അമ്മയെ മാറ്റിയെടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ മക്കൾ തയ്യാറാണ്. അമ്മ വെറുതെ ഇരുന്നാ മതി. മാസാമാസം നല്ലൊരു തുക അമ്മയുടെ കയ്യിലെത്തും. പകരം ഞാനും ഹരിയേട്ടനൊക്കെ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ ജീവിക്കാനൊന്ന് അനുവദിക്കണമെന്ന് മാത്രമാണ്. എനിക്കിതില്ലാത്തതുകൊണ്ടാ ഞാൻ പോകാതിരുന്നത്. എരുമേലി വരെ ബുള്ളറ്റിൽ പോവും, പിന്നെ കാൽനടയായി കാട്ടിലൂടെ പോകുന്നാ പറഞ്ഞത്. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാനുള്ള കാരണം ചേച്ചിനെ. ഞാനോ? ആ, ചേച്ചി അല്ലാതെ വേറെ ആരും ഇപ്പോൾ അണ്ണന്റെ മനസ്സിലില്ലല്ലോ. പിന്നെ ചേച്ചിയുടെ അമ്മയും പറഞ്ഞു കഴിഞ്ഞു. എന്തു പറഞ്ഞു? അല്ല, ഇനി മുതല് ചേച്ചിയെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ലെന്ന്. അതിന് ഒന്ന് പോ ചേച്ചി. ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയണ്ടത്? ഏതായാലും അണ്ണനും മൊത്തത്തിലൊന്ന് മാറണമെന്നൊക്കെ ഉണ്ട്. അത് ചേച്ചിയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ. ദേ, ഇങ്ങനൊന്നും പാടിക്കൊണ്ട് നടക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അയ്യോ, അവസാനം അണ്ണൻ എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ട് മാറി വരുമ്പോ അണ്ണനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. ഞാൻ പറഞ്ഞു നിന്റെ അണ്ണനോട് ഓരോന്ന് കേറി അങ്ങ് മോഹിക്കാൻ. എന്റെ ചേച്ചി, ആ രചന കാരണം അണ്ണനെ കാണാൻ പറ്റാതായപ്പോ ചേച്ചി അനുഭവിച്ച പിരിമുറുക്കം എത്രയാണെന്ന് എനിക്കറിയാം. രണ്ടാൾക്കും അതുണ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ അത് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. എടാ, അതെ, എല്ലാം മറന്നിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കിയ ശത്രുക്കൾ ആ നിമിഷം വെട്ടി വീഴ്ത്തുന്നല്ലേ നിന്റെ അണ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരിയാ ചേച്ചി. നിങ്ങൾ ഒരുമിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാ മതി, പിന്നെ ഒരു കുഴപ്പമില്ല. നിന്റെ അണ്ണൻ അങ്ങനെ ഭയന്ന് മാറി നിൽക്കോ? അണ്ണൻ അങ്ങനെ ഭയന്നൊന്നും മാറി നിൽക്കില്ല. പിന്നെ ചേച്ചിക്കും കൂടി അപകടം ഉണ്ടായെന്ന് കണ്ട ചിലപ്പോ അണ്ണൻ അങ്ങനെ ചെയ്തെന്ന് വരും. ഇപ്പോ അണ്ണന്റെ മനസ്സിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. ഏതു നേരവും ഉറങ്ങാതെ കിടന്ന് സ്വപ്നം കാണുന്നത് കാണാം. അല്ലെങ്കിൽ ഇതുവരെ ശബരിമലയ്ക്ക് പോകാത്ത ആള് ഇപ്പൊ പോവും. 4-5 ദിവസം മാലയിട്ട് വ്രതം എടുത്താ പോയിരിക്കുന്നത്. ചെരുപ്പിടാതെ എന്നും രാവിലെ അമ്പലത്തിൽ പോകുമായിരുന്നു. അതല്ലേ വിളിക്കാതെയൊക്കെ ഇരുന്നത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തതില് ഞാൻ സന്തോഷം അറിയിച്ചതായിട്ട് പറഞ്ഞേക്ക്. അതങ്ങ് നേരിട്ടൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? വിളിച്ചിട്ട് എടുക്കണ്ടേ? കാട്ടിന്റെ അകത്തൂടി നടക്കുകയല്ലേ ചേച്ചി, ചിലപ്പോ റേഞ്ച് കാണത്തില്ല. ഓ, ഇപ്പൊ ശബരിമലയിലൊക്കെ നല്ല റേഞ്ചാ. അവിടെ പോകുന്നവരൊക്കെ എല്ലാരും വിളിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ വിളിക്കുമ്പോ പറഞ്ഞേക്കാം. അല്ല, അയ്യപ്പ സ്വാമിയെ കണ്ടതിന് ശേഷമോ തിരിച്ചു വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചേച്ചി വിളിച്ചു കഴിയുമ്പോഴേ ചിലപ്പോ മനസ്സ് മാറിപ്പോവും, ഒന്ന് പതറിപ്പോവും. ഇപ്പൊ ഭക്തിയോട് കൂടിയല്ലേ പോയിരിക്കുന്നത്. ആയി, ഇനി ഞാൻ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാ. എന്താ നിനക്കൊക്കെ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അത് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അല്ല, ദീപയുടെ അമ്മയും അനിയത്തിയൊക്കെ താമസിക്കുന്ന വീടല്ലേ ഇത്? പിന്നെ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞൊന്നും കേട്ടു. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴല്ലേ ഒരിക്കലും കാണാൻ പാടില്ലാത്ത നിന്നെ ഇവിടെ കണ്ടത്. ഇനി എപ്പ വന്നാലും ഞാൻ ഇവിടെ തന്നെ കാണും. എന്താ മോളെ? ഇയാള് കാര്യം ഒന്ന് സംസാരിക്കായിരുന്നു. എല്ലാരെയും കാണാൻ വന്നതാണെന്ന്. എന്റെ മോളും മരുമോനും നിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്നല്ലോ. പിന്നെ നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ദീപയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് മാപ്പ് പറയാൻ വേണ്ടി വന്നതാ. മാപ്പൊന്നും പറയണ്ട. ഇനിയെങ്കിലും താൻ നന്നായിട്ട് ജീവിച്ചാ മതി. ഞാൻ അളിയനെയും ദീപയൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നാ പിന്നെ ഇവിടെ ഒന്ന് കേറിട്ട് പോവാന്ന് കരുതി. എന്റെ മോളെ, നീ ഒരു സമയത്ത് അവിടെ ഇട്ട് ഒരുപാട് വട്ടം കറക്കിയതാ. എന്റെ സ്വഭാവത്തിനെ
അവിടെ വന്ന് നിന്നെ വലിച്ചിറക്കിയിട്ടേ നിന്റെ കരണത്തടിക്കേണ്ടതാ. പിന്നെ ഞാനത് ചെയ്യാതിരുന്നതേ ജയലാലിനെ ഓർത്തിട്ടാ. ആ അങ്ങനെയാണെങ്കിൽ ആദ്യം അളിയന്റെ അമ്മയ്ക്കല്ലേ അടി കൊടുക്കേണ്ടത്? ആ അവർക്ക് 2 തല്ലിന്റെ കുറവുണ്ട്. ദീപയെ മൂത്ത മരുമോളെ പോലെ ആയിരുന്നെങ്കിലേ അത് അവരെരന്ന് വാങ്ങിയേനെ. അല്ല ആരായത് മനസ്സിലായില്ലല്ലോ. ഓ ഇതാണോ മരുമോള്? അതെ. ആ, ഇനിയിപ്പോ കൂടുതൽ പരിചയപ്പെടാനൊന്നും നിൽക്കണ്ട. നിന്നിന്റെ പാട് നോക്കി പോ. അല്ല അത് കണ്ട സ്ഥിതിക്ക്. പോവാനല്ലേ തന്നോട് പറഞ്ഞതാ. ഓ ശരി. അതെ, എവിടെ പോവാ? അല്ല വീട്ടിലേക്ക് വന്ന ഒരാളെ ഞങ്ങളാരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിടാറില്ല. പോയോ അവൻ? നിനക്ക് പറ്റിയ കമ്പനിയാ. ഓ അതുകൊണ്ട് തന്നെയാ ഞാൻ സംസാരിച്ചോണ്ട് നിന്നെ. വീട്ടിലേക്ക് വരുന്ന ഒരാളെ ആക്ഷേപിച്ച് വിടേണ്ട ഒരു കാര്യം എനിക്കില്ല. പ്രത്യേകിച്ച് എന്നെ കാണാൻ വന്ന ഒരാളെ. അവനൊരു ഫ്രോഡാ. അയാള് പറഞ്ഞതേ നീയാണ് നമ്പർ 1 ഫ്രോഡെന്നാ. സ്വഭാവം കൊള്ളാത്ത ആരെയും ഞാൻ എന്റെ വീടിന്റെ അകത്ത് കയറ്റി താമസിപ്പിക്കാറില്ല. ഹാ അതെനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. അയാള് ചോദിച്ചതേ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാ. നിങ്ങളുടെ മൂത്ത മോളെ ചതിച്ചത് ഇവളല്ലേ? അങ്ങനെയുള്ള ഒരുത്തി ഇവിടെ കയറ്റി താമസിപ്പിച്ച ആരായാലും വിമർശിക്കും. ചെയ്തത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയും. രജനി എന്തുകൊണ്ട് തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അവളുടെ ഭാഗത്തെ ന്യായവും മനസ്സിലായി. ഇനി അതേപ്പറ്റി നീ കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ മക്കളും ഇവളും ഒക്കെ കണക്കാ. നിങ്ങളുടെ മോള് കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെന്നല്ലോ. എന്നിട്ട് എന്താ ചെയ്തത്? അവൾ അവളുടെ ഭർത്താവിനെയും വിളിച്ചോണ്ടിപ്പോ വേറെ താമസിക്കല്ലേ? നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്താലും അതൊക്കെ സൽപ്രവൃത്തിയാ. ഇത്തരം സംസാരങ്ങളൊക്കെ ഇവിടെ വേണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞതാ. വീട്ടിനകത്ത് കേറ്റാൻ കൊള്ളാത്ത ഒരുത്തം വന്ന അവനുമായിട്ട് സൗഹൃദത്തോടെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ കേട്ടോ, ഈ വീട്ടിനകത്ത് കയറി വരുമ്പോ അയാള് കുഴപ്പക്കാരനല്ലാന്ന് എനിക്ക് തോന്നിയാ ഞാൻ അയാളോട് സംസാരിക്കും. അതിന്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. വഴക്കുണ്ടാക്കാൻ തന്നെ അമ്മേ നയനയുടെ പുറപ്പാട്. അമ്മ ടെൻഷൻ ആവണ്ട. പ്രേമൻ ഇവിടേക്ക് ഇനിയും കയറി വരുവാണെങ്കിൽ അവനെ ഒതുക്കാൻ ഒരാളുണ്ട്. ജഗനെ ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി. അതോടെ അവന്റെ പണി തീർന്നോളൂ. അതൊന്നും വേണ്ട മോളെ. പ്രേമൻ ഒരു കഴിവ് കെട്ടവനാ. ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയ അത്രയായില്ലേ? അതിനാ അവൻ വന്നത്. ഇപ്പൊ അവന് മനസ്സിലായി അവന്റെ കൈ പിടിക്കാൻ ഒരാളുണ്ടെന്ന്. അതുകൊണ്ട് ഇനി അവൻ വരും അമ്മേ. അത് ഒഴിവാക്കാനാ ജഗന്റെ സഹായം തേടണമെന്ന് ഞാൻ പറഞ്ഞത്. തൽക്കാലം ഒന്നും വേണ്ട മോളെ. ഏതായാലും അവൻ വന്നതുകൊണ്ട് മോളിവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ദേഷ്യമുള്ളവനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ നയൻ അവന്റെ പിന്നാലെ പോയത് സംസാരിക്കാൻ. എന്നാ പിന്നെ പോയിട്ട് വരാം. ഇന്ന് രാത്രി ഇങ്ങ് വരില്ലേ? ഉറപ്പില്ല, പരമാവധി രാത്രി തന്നെ വരാൻ നോക്കാം. മൊബൈല്. ആ എന്നാ ശരി. ഇതെന്തു പോക്കാ? വിഗ് വെക്കുന്നില്ലേ? അയ്യോ ശരിയാണല്ലോ, നീ അത് പോയി എടുത്തോണ്ട് വാ. ഛേ ദാ. ഇപ്പൊ എങ്ങനുണ്ട്? നല്ല വ്യത്യാസമുണ്ട്. ചീപ്പതാ. അങ്ങനെ പെട്ടെന്ന് ആരും ഗംഗേട്ടൻ പറയുന്നത് പോലെ തിരിച്ചറിയില്ല. പക്ഷെ മക്കളെ കണ്ടാ തിരിച്ചറിയും. ആ അത് ശരിയാ. എന്നാലും ദൂരക്കാഴ്ചക്ക് ചിലപ്പോ പിടികിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, മോള് ജോലി ചെയ്യുന്ന ഷോറൂം എവിടാ? അച്ഛൻ ഇപ്പൊ എവിടെ എത്തി? ഞാന് കുറവൻകോണത്ത് ഇറങ്ങിയിട്ട് നടക്കുക. അവിടുത്തെ മരപ്പാലം വഴി ഇങ്ങ് വന്നാ മതി അച്ഛാ. എടി മരപ്പാലത്ത് എവിടാ മോളെ? അയ്യോ, അവിടെ വന്നിട്ട് RG മോട്ടോഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാ ആര് പറഞ്ഞു തരും? RG മോട്ടോഴ്സോ? ഹലോ ഹലോ അച്ഛാ. അയ്യോ മോളെ, ഞാനങ്ങോട്ട് വരുന്നില്ല.
ഞാൻ ഈ ഫർണിച്ചർ കടയുടെ അവിടെ നിൽക്കാം, മോൾ ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ അച്ഛാ ഇങ്ങോട്ട് വന്നാല്? എന്റെ മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തിരുവനന്തപുരത്ത് ഒരു കാർ ഷോറൂമിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞാ നീ പോയത്, അല്ലാതെ വേറെ ഒന്നും നീ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്, നീ അപകടം പിടിച്ച സ്ഥലത്തോട്ടാണോ പോയെന്ന്. എന്ത് അപകടം? ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ, നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാനിവിടെ കൊറോങ്കോണത്തുനിന്ന് വരുന്ന വഴി SK ഫർണിച്ചർ ഗാലറിയുടെ മുമ്പിൽ നിൽക്കുക. ആ ശരി ശരി അച്ഛാ. RJ മോട്ടോഴ്സ്, രാഗിണി ഗംഗാധരൻ മോട്ടോഴ്സ്. അങ്ങനാണല്ലോ അവന്റെ ഷോറൂമിന്റെ പേര്. അത് മരപ്പാലത്തുവാ. എന്റെ ഭഗവാനെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോണം. ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ലാൽ സാർ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴേ പറഞ്ഞതാ, ജോലി സമയത്ത് ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും പോരുതെന്ന്. ഇപ്പൊ സാർ ഇവിടെ ഇല്ലല്ലോ, അതാ ഞാൻ മാഡത്തിനോട് ചോദിച്ചത്. നാട്ടിലുള്ള ഫ്രണ്ടാണോ? അതെ, കോട്ടയത്തുനിന്ന് വരിക. അങ്ങനെങ്കില് ആ ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? അല്ല, അത് പിന്നെ എന്തോ ഒരു പതർച്ച പോലെ. വല്ല ബോയ് ഫ്രണ്ടും ആണോ? അല്ല, ഹരിതയ്ക്ക് വിവാഹപ്രായമൊക്കെ ആയി. അതുകൊണ്ട് ചിലപ്പോ കെട്ടാൻ പോകുന്ന പയ്യനൊക്കെ അന്വേഷിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതുവരെ വിവാഹത്തെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല മാഡം. ആദ്യം സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് മതി വിവാഹമൊക്കെ. എല്ലാ പെൺകുട്ടികളുടെയും കാര്യം ഇതൊക്കെ തന്നെയാ. പിന്നെ നല്ലൊരു ബന്ധം ഒത്തുവരുമ്പോ നമ്മളൊക്കെ വീട്ടുകാരുടെ ആഗ്രഹത്തിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. എന്തായാലും എന്റെ വീട്ടിൽ ആരും ഇതുവരെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഹരിത ഒറ്റ മോളല്ലേ? അതെ, അച്ഛനും അമ്മയ്ക്കും കൂടി ഞാൻ ഒറ്റ മോളാ. അച്ഛൻ എന്താ ജോലി? അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. ഒറ്റ മോളല്ലേ, അപ്പോ സാമ്പത്തികത്തിനൊന്നും വലിയ ബുദ്ധിമുട്ട് കാണില്ല. അമ്മയെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാഡം. ലാലേട്ടൻ എന്നോട് പറഞ്ഞു ഹരിത കുറച്ച് വ്യക്തിത്വമുള്ള കൂട്ടത്തിലാണെന്ന്. ലാലേട്ടന്റെ അത്തരം നിഗമനങ്ങൾ തെറ്റാറില്ല. ഏതായാലും ഫ്രണ്ട് ഇപ്പൊ വെയിറ്റ് ചെയ്യായിരിക്കും, പോയി കണ്ടിട്ടോ. ഞാൻ വരുന്നതിന് മുന്നേ സാറ് വരുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ മാഡം. കൊഴപ്പില്ല, ആൾ അത്ര ചൂടനൊന്നുമല്ല. കാര്യം പറഞ്ഞാ മനസ്സിലാവും. ശരി, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ മാഡം. ശരി. അതെ, ഞാനൊന്ന് നിർബന്ധിച്ചാൽ അച്ഛനോട് നിൽക്കും. ക്ഷേത്രത്തിൽ പോവാന്നല്ലേ പറയുന്നത്, അപ്പൊ പിന്നെ നമ്മൾ പറയുന്നത് ശരിയാണോ? അച്ഛനും കൂടെ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടായേനെ. പിന്നെ നമ്മൾ ഷോറൂമിലോട്ട് വരുമ്പോ നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ അച്ഛനുണ്ടാക്കി വെച്ചേനെ. ആഹാ, അപ്പൊ അച്ഛനെ നമ്മുടെ വീട്ടിലെ അടുക്കളക്കാരനാക്കാനാണോ പരിപാടി? അച്ഛൻ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അച്ഛനെ അടുക്കളയിൽ കയറ്റില്ല. അച്ഛന് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ നമ്മൾ ഷോറൂമിലേക്ക് വരൂ. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? അച്ഛനൊരു വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ അടുക്കള പണി ചെയ്യാതെ അച്ഛനൊരു തൃപ്തി കിട്ടില്ല. അത് അങ്ങനെ ഒരു സ്വഭാവക്കാരനാ. ഏതായാലും ഹരിത എന്ന പെൺകുട്ടിക്ക് താൻ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം. ശരി ലാലേട്ടാ, ഞാനിപ്പോ വരാം. ആ ഗംഗാധരൻ ഒരു കള്ളനാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ചെന്ന് പറഞ്ഞോട്, അപ്പൊ ഈ കഥയ്ക്ക് ഒരു അവസാനമാവുമല്ലോ. ദീപിച്ചു വരുന്നു. ആഹാ, അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചു നിൽക്കുവാണോ? ഹരിതമോളെ ഒന്ന് കണ്ടിട്ട് പാവെന്ന് കരുതി. ആഹാ, എന്നാ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അച്ഛനോടൊപ്പം ഹരിതയും കൂടെ വീട്ടിലേക്ക് വാ. അത് വേണ്ട ചേച്ചി, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അച്ഛനിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ? പുറത്ത് 2-3 ആൾക്കാരെ ഒന്ന് കാണണം. എന്നാ പിന്നെ കണ്ടിട്ട് നേരെ അങ്ങ് വരണം. ശരി, എന്നാ പിന്നെ പോട്ടെ മോളെ. അല്ല, ഹരിതമോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ ദീപമോളെ. അതിനി അച്ഛൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്റെ അനിയത്തെ പോലെ ഞാൻ കൊണ്ടു നടന്നോളാം. അത് മതി. അച്ഛനൊരു പാവാ. അറിയാം, ചേച്ചിയേക്കാൾ മുന്നേ ആ അച്ഛന്റെ കഥകളൊക്കെ അറിഞ്ഞ കൂട്ടത്തിലാ ഞാനും എന്റെ അമ്മയും. എന്റെ കുട്ടിക്കാലത്ത് തന്നെ. നിങ്ങൾ സിക്കന്ദരാബാദിൽ ഒന്നിച്ചുണ്ടായിരുന്നല്ലേ? ആ അതെ.
ഇതുപോലൊരച്ഛനെ ലോകത്ത് ആർക്കും കിട്ടില്ല. പക്ഷേ ജയേട്ടന്റെ അമ്മയ്ക്കും 2 പെൺമക്കൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാ ഈ മോൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ അച്ഛനൊരു പാവാണെന്ന്. ആഹാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ അമ്മാവന്? എടാ എനിക്കിപ്പോ ധൈര്യം കുറയേണ്ട കാര്യം എന്തുവാ? അവളുടെ പേരിലാണ് വീടും പറമ്പുമെങ്കിലും അതൊക്കെ എന്റെ അധ്വാനവാ. ആ പിന്നെ അവിടോട്ട് ആ വീട്ടിലോട്ട് കയറി വരുന്നതിന് എനിക്ക് വിലക്കൊന്നും ഇല്ലല്ലോടാ. അമ്മാവൻ എന്തായാലും പടിയിറങ്ങിപ്പോയി. എന്നാ പിന്നെ അമ്മാവന്റെ കൈ തഴമ്പുണ്ടെന്ന് അമ്മായിക്കൊന്ന് കാണിച്ചു കൊടുത്തൂടായിരുന്നു. കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചൂടായിരുന്നു. എടാ ഞാൻ പൊട്ടിക്കേണ്ട സമയത്തൊന്നും പൊട്ടിച്ചില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയുന്നത് അതിന് നീ ശ്രമിക്കണമെന്ന്. എന്നിട്ട് വേണം അവളുടെ കൈ കൊണ്ട് ഞാൻ ചാവാൻ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഒതുക്കേണ്ടവരെ ഒതുക്കേണ്ട സമയത്ത് ഒതുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങി കൂടേണ്ടി വരും കേട്ടോ. ആ അമ്മാവ എങ്ങോട്ട് പോകുന്നു? എന്താ വരുന്നോ? വിളിച്ചാ ഞാനങ്ങ് വരും. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വിളിക്കുന്നില്ല. നീ വരണ്ട. എങ്ങനെയുണ്ടച്ചാ? നന്നായിട്ടുണ്ട് മോളെ. ഇത്രയും നാളെ അച്ഛനല്ലേ വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് ഇനി ഇവിടെ നിൽക്കാൻ. അച്ഛന് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ഇയാൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതെ അച്ഛാ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ മതി. പറ്റില്ല മോളെ, എനിക്ക് പോയേ പറ്റൂ. അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അത് മുടക്കുന്നത് ശരിയല്ലല്ലോ. ആ, അമ്പലങ്ങളിൽ പോകുന്ന ആളാണോ ഈ മീനൊക്കെ കഴിക്കുന്നത്? ഇന്നിനി ഏതായാലും അമ്പലത്തിൽ കയറത്തില്ല. നാളെ കുളിച്ചിട്ടേ കയറത്തുള്ളൂ. ആ, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ. ഒരു കൊള്ളത്തരവും ഇല്ല. ഞാൻ സത്യസന്ധമായിട്ടാ ജീവിക്കുന്നത്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനു മാറ്റമൊന്നുമില്ല. അച്ഛൻ പോയാ ഇനി എന്നാ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരാം മോളെ. ഇനിയിപ്പോ ഇവിടേക്ക് വന്നാലും താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഹരിതമോളുടെ കാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അതിന് അച്ഛൻ പറയേണ്ട കാര്യമില്ല. ഹരിതയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇയാളോട് പറഞ്ഞോളൂ. ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടോളാച്ചാ. ഇയാളിടയ്ക്ക് പറയുവാ ഹരിതയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലോ എന്ന്. ഞാനാ പറഞ്ഞത് അതൊന്നും വേണ്ടെന്ന്. ഇനിയിപ്പൊ താമസിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അനിയത്തിയായിട്ട് കണ്ടാ മതി. അല്ലെ അത് വേണ്ട. ഈ പുറത്തുള്ള ആൾക്കാര് അതൊക്കെ വെച്ച് കഥകൾ ഉണ്ടാക്കിയാല്. അങ്ങനെയുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല അച്ഛാ. ഇയാൾക്ക് എന്നെയും അയാൾക്ക് എന്നെയും വിശ്വാസം. അതിന്റെ ഇടയിലേക്ക് ആരും കടന്നു വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ അവസാനമായിട്ട് ഹരിതമോളുടെ വീട്ടിൽ പോയപ്പോ സുകന്യ എന്നോട് പറഞ്ഞായിരുന്നു. അത് ഈ സുകന്യ എന്ന് പറയുന്നതേ ഹരിതമോളുടെ അമ്മയാ. കൊച്ചിന് എന്തെങ്കിലും ഒരു നല്ല ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിലേ ശരിയാക്കി കൊടുക്കണമെന്ന്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയും മോളും മാത്രമാ വീട്ടില്. അതുകൊണ്ട് ആ നാട്ടിലെവിടെങ്കിലും ജോലി ചെയ്യണമെന്നായിരുന്നു മോളുടെ ആഗ്രഹം. അല്ല, അച്ഛൻ കോട്ടയത്ത് പോയപ്പോ അവരുടെ വീട്ടിൽ കയറിയല്ലോ? ഇല്ല, കേറിയില്ല. ഇനി ഏതായാലും അതുവഴി പോകുമ്പോ ഒന്ന് കേറണം. ഹരിതമോളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം. അതൊക്കെ അറിയുമ്പം മോളുടെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും. സെക്കൻഡറാബാദിൽ വെച്ച് ഈ സുകന്യ എനിക്ക് ഒരുപാട് വെച്ചു വിളമ്പി തന്നിട്ടുണ്ടടാ. അച്ഛന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളും അതേ രീതിയിൽ അവരെ നോക്കിക്കൊള്ളാം. കറികളൊക്കെ എടുത്ത് കഴിക്കച്ചാ. അതിനിടയിലേക്കാണ് ആ പാവം കയറി ചെന്നത്. എന്തായാലും എന്നെ പോലെ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങിയല്ലോ. അതുകൊണ്ട് തരക്കേടില്ലാതെ രണ്ടാൾക്കും ജീവിച്ചു പോകാം. ഇന്ന് പിന്നെ 2 ദിവസം കൂടി അച്ഛൻ അവരോടൊപ്പം താമസിച്ചിട്ട് പോയാ പോരായിരുന്നോ? അപ്പൊ എന്റെ രണ്ടാം ഭാര്യ ഒറ്റയ്ക്കാവില്ലേ? അമ്മയ്ക്ക് ഒറ്റയ്ക്കൊക്കെ താമസിച്ച് നല്ല പരിചയ. ശരിയാ, ഇത്രയും നാള് നിന്റെ അമ്മയ്ക്ക് ശരിക്കും ഒറ്റപ്പെടലായിരുന്നു. ഇനിയുള്ള കാലം എന്തായാലും എന്റെ കൂട്ടുണ്ടാവും. മോള് കുറച്ചാള് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞങ്ങ് പോകും. അത് കഴിഞ്ഞാൽ അവക്കൊരു തണല് വേണ്ടേ മോളെ? ജീവിതകാലം മുഴുവൻ ഈ രഹസ്യം മൂടി വെക്കാൻ പറ്റുവച്ചാ?
ഇത്രയും കാലം മൂടി വെച്ചില്ലേ മോളെ? ഇനി ഇപ്പൊ രാഗിണി സത്യങ്ങൾ അറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹരിയും ജയനും പിന്നെ ദീപമോളും ഒക്കെ ഇതറിയുന്നതാ എനിക്ക് കുറച്ചില്. അച്ഛൻ ട്രെയിനിലാണോ ബസ്സിലാണോ മടങ്ങുന്നത്? വൈകിട്ട് ട്രെയിനിൽ പോകാമെന്നാ കരുതുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരിടത്തൂടൊന്ന് പോകണം. എന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ. എന്താ പറഞ്ഞേ? അതേന്നെ, ഈ പൂട്ടിക്കിടക്കുന്ന മൃഗങ്ങളെ നായ്ക്കളെയൊക്കെ ശൗര്യം പിടിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ഗോഷ്ഠി കാണിക്കാറില്ലേ, അതുപോലെ അവളുടെ മുമ്പിലോട്ട് എനിക്കൊന്ന് ചെല്ലണം. അവിടെ ശൗര്യം കൂടട്ടെ. വെറുതെ എന്തിനാ അച്ഛാ വഴക്കിന് പോകുന്നേ? അവരെന്തെങ്കിലും എടുത്ത് തലക്കടിച്ചാലോ? അതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നത്. തലക്കടി കൊള്ളാതിരിക്കാൻ എനിക്കറിയാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടം വരെ പോകാതെ പോകുന്നത് ശരിയല്ല. പോകരുതെന്നാ എന്റെ അഭിപ്രായം. ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോക്കിവിടെ ഒരു കുറവും ഉണ്ടായില്ല. ഇപ്പോഴത്തെ വീടും മാറ്റിത്തരാമെന്ന് ജയൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടിനിപ്പോഴൊരു ജോലിക്കാരെ വെച്ച് തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ മതി വെച്ചാ. പോരെ മോളെ, ഒരുപാട് പരിമിതികളിൽ നിന്ന് ജീവിച്ച ഒരു പെൺകുട്ടിയാണ് നീ. സുഖവും സന്തോഷവും ഒക്കെ അടക്കി ജീവിച്ച ഒരു പെൺകുട്ടി. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ മോൾ എല്ലാ അർത്ഥത്തിലും ആഹ്ലാദത്തോടെ ജീവിക്കണം. അത് കാണുമ്പോൾ നിന്നേക്കാൾ സന്തോഷിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും ഒക്കെയാ. ഞാനങ്ങോട്ട് വരുന്നുണ്ടച്ചാ, എന്റെ ആദ്യ ശമ്പളമായിട്ട്. ശരി മോളെ, സൂക്ഷിച്ചു നോക്കണ്ട, നിന്റെ അച്ഛൻ തന്നെ. ഓ, വേഷം മാറി നടിക്കുക അല്ലേ? നിന്റെ അമ്മയ്ക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടിയാ ഞാൻ വിഗ്ഗൊക്കെ വെച്ച് നടന്നത്. പിന്നെ ആലോചിച്ചപ്പോ തോന്നി അവളെ എന്തിനാ ഞാൻ പേടിക്കുന്നതെന്ന്. പിന്നെ നേരെ ഇങ്ങോട്ടിഞ്ഞ് വെച്ചു പിടിച്ചു. വീട്ടിലെ ഭരണാധികാരി ഇല്ലയോ? ഈ വീട്ടുമുറ്റത്ത് നിങ്ങൾ കാലുകുത്താൻ പാടില്ലെന്ന് അമ്മ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? അവൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാല് കുത്തിയത്. ഇനിയിപ്പൊ അവിടെ ആജ്ഞ അനുസരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഈ വീട്ടിൽ മാന്യരും മര്യാദക്കാരുമായിട്ട് 2 പേരുണ്ടായിരുന്നു. നിന്റെ ആങ്ങളമാര്. അവരെ 2 ആളെയും പടിയിറക്കി. പിന്നെ പാവം പിടിച്ചൊരു പെങ്കൊച്ച് കയറി വന്നു, അതിനെയും തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ അതിനകത്ത് കടിച്ചു പോകുന്നത്? നിന്റെയൊക്കെ മോന്ത കാണാൻ. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട്. ഇടി, എനിക്ക് ഇങ്ങോട്ട് വരണമെന്നോ തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. നിന്റെ അമ്മയുടെ മുഖം കാണുമ്പോഴേ എനിക്ക് ഇച്ചിരി ധൈര്യം കൂടുമെന്നൊരു തോന്നല്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് കയറുന്നില്ല, പുറത്ത് തന്നെ നിൽക്കുക. നീ അവളെ ഒന്ന് വിളിക്ക്, ആ പൂതനെ. അമ്മയുടെ മുന്നിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കണം. വിളിക്കാൻ എനിക്ക് ഒരു പേടിയുമില്ലടി. അവൾ വെളിച്ചപ്പാടാവുകയാണെങ്കിലേ ഒരു വാളെടുത്ത് ഞാൻ അവിടെ കൈ കൊടുക്കും. പിന്നെ കോമരമായിട്ട് ഞങ്ങളങ്ങനെ തുള്ളട്ടെ, എന്നിട്ട് കൊടുങ്ങല്ലൂർ പോട്ടെ. അവിടെ നിൽക്കി. അമ്മേ, ഒരാള് വന്നിട്ടുണ്ട് ധൈര്യത്തോടെ. ആര്? ഒരു തീർത്ഥാടകനാ. തീർത്ഥാടകനോ? തീർത്ഥയാത്രയ്ക്ക് പോയ ഒരാളാണെന്ന്. ഗംഗയോ? അതെ. അയാളോട് ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തരുതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്നിട്ടും അതിനുള്ള ധൈര്യം അയാൾക്ക് കിട്ടിയോ? വിട്ടുപൊക്കോളം ഞാൻ പറഞ്ഞതാ അമ്മേ. പക്ഷെ അങ്ങേര് പോയില്ല. തല്ലു കൂടിയിട്ടേ പോവൂ എന്ന ഭാവത്തിലാ നിൽപ്പ്. മോള് പോയി അടുക്കളയെന്ന വെട്ടുക തീഞ്ഞെടുത്തോണ്ട് വാ. ചോര കാണാനാ വന്നതെങ്കി കാണിച്ചു തന്നെ പറഞ്ഞുവിടാം. അതൊന്നും വേണ്ട അമ്മേ. അമ്മ ഇനി അങ്ങനെ ഒരു കടുംകൈ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനാണെങ്കിലും ഇവിടെ കയറി വന്നവളുമാരെയൊക്കെ താലോലിച്ച കൂട്ടത്തിലാ അങ്ങേര്. അതുകൊണ്ട് കരണത്ത് അമ്മയൊന്ന് കൊടുത്താലും കുഴപ്പമില്ല. കടൽക്കരയിൽ പോയി അയാള് മരിച്ചെന്ന് സങ്കല്പിച്ച് ബലിയിട്ടതാ ഞാനും നീയും. അങ്ങനെ ഒരാള് ഇനി നിനക്ക് അച്ഛനല്ല. അയാള് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. മരണപ്പെട്ട ആത്മാവാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുത്തനെ ചൂലുകൊണ്ട് അടിക്കണം. അങ്ങേരും എന്തൊക്കെയോ ഭാവിച്ചാ വന്നിരിക്കുന്നത്. വഴക്കുണ്ടാക്കാൻ തന്നെയാ, അല്ലാതെ വീട്ടിനകത്ത് കയറാനല്ലല്ലോ വന്നത്. അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. സംസാരം അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കറിയായിരുന്നു തീർത്ഥാടനമൊക്കെ കഴിയുമ്പോ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. 2 ആമക്കളുണ്ട് പുറത്ത്. അവർക്കൊപ്പം താമസിക്കാൻ താല്പര്യമില്ലാതെ മടങ്ങി വന്നിരിക്കുവാ. ഇനി എന്റെ കൈയും കാലും പിടിച്ച് അകത്ത് കയറാൻ. കാലും മുടക്കി തൊഴിക്കും ഞാൻ. ഫുഡും കൊണ്ട് വന്നല്ലോ, ഭാഗ്യം. കൊണ്ടുവരാതെ പറ്റില്ലല്ലോ. ഓരോന്ന് വെട്ടിക്കണ്ടിച്ചിട്ട് ഓരോ കറി ഉണ്ടാക്കും. ഒരു കാശിന് കൊള്ളില്ല.
അത് പറഞ്ഞാലോ എല്ലാം കൂടി എന്നെ വലിച്ചു കയറാൻ വരും. ഇതുപോലൊരു വീട് ഞാൻ കണ്ടിട്ടില്ല. കൾച്ചറില്ലാത്ത ആൾക്കാര്. ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പുറത്തുപോയി കഴിക്കായിരുന്നു. ഇവിടെ വാങ്ങിച്ചോണ്ടൊന്ന് കഴിക്കണ്ടായിരുന്നു. എന്താ കഴിച്ചാല്? ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നെ കഴിക്കണം, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ. നീ ഇതെടുത്ത് കഴിക്കേ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനോ? നമ്മൾ ഒന്നിച്ചാ കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവും. നിങ്ങളുടെ അമ്മയാണെങ്കിൽ എന്നെ വാശി കയറ്റിക്കൊണ്ടിരിക്കുക. വേറൊരുത്തിയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടുന്ന് പോകുന്നില്ല. അവള് പോകാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവരല്ലേ അതിന് സമ്മതിക്കാത്ത. അവള് പാട്ടും പാടി ഇവിടുന്ന് പൊയ്ക്കോളും. അതുപോലുള്ള സംഭവങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിക്കോളാം.